റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വേണ്ടി രക്ഷിക്കപ്പെട്ടവനേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വേണ്ടി രക്ഷിക്കപ്പെട്ടവനേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വേണ്ടി രക്ഷിക്കപ്പെട്ടവനേ. ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളുടെ ആത്മാവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവേ നമസ്കാരം ശുശ്രൂഷിക്കണം, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ശക്തിയും സമാധാനം സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കാകെ സ്തുതിക്കുന്നു. ഈ സുദിനത്തിന്റെ മനോഹരമായ നിമിഷങ്ങളിൽ ഞങ്ങൾ തലകളെ ഉണക്കി നിലകൊള്ളുന്നു. പല ദേശങ്ങളിലും പല ഇടങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ അനുഗ്രഹീത മക്കളുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു തിരുവമ്പാകെ നിലകൊള്ളുവാൻ സഹായിച്ച കൃപകൾക്ക് അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഈ കൂടിവരെ അവിടുന്ന് മുന്നമേ നിശ്ചയിച്ചതാകെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വം പാടുന്നു. കണ്ടാലും ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത പ്രകാരം തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. തിരുഗതത്തിന് അനുഭവപ്പെടാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിനായി അവരുടെ മുഖം ലജ്ജിച്ചു പോയ നിങ്ങളെ ഈ എളിയവൻ നിലവിളിച്ചു. യഹോവ കേട്ട് സകല കഷ്ടങ്ങൾ വിടുവിച്ചു എന്ന് പ്രഘോഷിക്കുവാൻ, പ്രകീർത്തിക്കുവാനും പ്രഖ്യാപിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കൗതാശികമായ ഗർഭത്തിലിറങ്ങി തിരുമുമ്പാ സമർപ്പിക്കപ്പെടുന്ന ഈ പ്രിയമക്കളെ തുണയായി അവിടെ നൽകുന്ന മകനെ, ഇരു കുടുംബങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട എല്ലാവരെയും തൃകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയിലുടനീളം തുണയാകണമേ. സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം നിയന്ത്രിക്കണമേ. അപകടങ്ങൾ കൂടാതെ കാത്തുകൊള്ളണമേ. കാവൽ മാലാഖമാരുടെ സംരക്ഷണത്താൽ നയിക്കപ്പെടുവാനും തക്ക സമയത്ത് ദേവാലയത്തിൽ ചെന്നെത്തുവാനും അനുഗ്രഹിക്കപ്പെട്ട അവകാശം കർമ്മത്തിനും അനുബന്ധ ചടങ്ങുകളും പൂർത്തീകരിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ദൈവനാമ മഹത്വജിതമായ നിലയിൽ ഭവനത്തിലേക്ക് തിരികെ വന്നതിന് സ്തുതിപ്പാനും ഇടയാകണം. പ്രിയപ്പെട്ട ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കും ഞങ്ങളും ദൈവകൃപയിൽ നിലനിർത്തപ്പെടുവാൻ സംഗതിയാകണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പ്രവാചകനെ പോലെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ സഖായുടെ ഭവനം പോലെ ഈ പ്രിയമക്കളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ മുഖാന്തരമാകണമേ. നസ്രത്തിലെ എളിയ ഭവനത്തിലേക്ക് അവിടെ നിറങ്ങി വസിച്ചതുപോലെ പ്രിയമക്കൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിനും അങ്ങയുടെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ ആരാധിക്കുന്ന, അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ചുന്ന ഉത്തമ ക്രിസ്ത്യഭവനത്തിന്റെ നാഥമായിരിക്കും പ്രിയമക്കൾക്ക് യോഗ്യത നൽകണമേ. അന്യോന്യ ബന്ധവും ചർച്ചയും മുഖാന്തരം വരും കാലങ്ങളിൽ സന്തോഷിപ്പാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഈ പ്രിയമക്കളുടെ വളർച്ചയുടെ നാൾവഴികളിൽ വിദ്യാ വെളിച്ചമായി ഗുരുജനങ്ങൾ സൺഡേ സ്കൂൾ അഭ്യസനത്തിൽ ആത്മീക വെളിച്ചമായി നിലകൊണ്ട ഗുരുജനങ്ങളും പൗരോഹിത്യ സ്ഥാനങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ദേവാലയത്തിൽ നിന്നും സഭയിൽ നിന്നും ആർജിച്ചെടുത്ത നന്മകളിൽ നിറയപ്പെടും ആത്മീക വെളിച്ചത്തിൽ നിലനിർത്തപ്പെട്ട് മുന്നോട്ട് നയിക്കപ്പെടുവാൻ പ്രിയമകളെ കുടുംബജീവിതത്തിൽ യോഗ്യയാക്കണമേ. ഞങ്ങളെന്നും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിട്ട് സകല വാങ്ങി പ്രിയപ്പെട്ടവരോട് ഞാൻ എന്നേക്കും മഹത്വം കരയറ്റുവാനായിട്ട് തന്നെ. പരിശുദ്ധാത്മാവാം നിറയേക ദൈവത്തിന്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും സമാധാനം ആശ്വാസവും സൗഖ്യവും ഒരുമിപ്പും നടത്തിപ്പും കൂട്ടും കോട്ടയും കാവലും നാമങ്ങളുടെ പേരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കവതാശ കർമ്മത്തിന് ഒരുങ്ങി തിരുമുമ്പാ സമർപ്പിക്കപ്പെടുന്നു ഈ പ്രിയമകളോടും തക്കതുണയായി അവിടെ നൽകുന്ന മകനോടും ഇരു കുടുംബങ്ങളോടും പ്രിയപ്പെട്ട എല്ലാവരോടും വിശേഷാൽ ഇന്നത്തെ ഈ പ്രിയമക്കളുടെ യാത്രയോടും അനുഗ്രഹകരമായ മടങ്ങി വരവേൽപ്പേരും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Found you passing by in cold December.
lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young. Reminiscing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്രഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിശ്ചയിക്കണമേ. ഇതുള്ള രാജ്യവും ശക്തിയും മഹത്വവും ഇനി ഏകദിനമുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും
ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെട്ട് നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടിയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. ഹോശോ വബുകുലസ്ബാൻ ലവൽ മിൻ വാനോർഭവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽസേവകരായി തിരുമുൻപിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കയിൽ നീട്ടി തേരുനാമത്തിൽ ഞങ്ങൾ പക്ഷമനൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളയ്ക്കായി തീർന്നാൾ. തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്യൻ. ഭൂവാസികൾ വന്ദിച്ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനസ്സലിവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമില്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തൻ്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുകളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹ തമ്പുരാന് തൻ്റെ അടിയാരുടെ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബുക്കുൽ സുബാൻ ലോൽ മിൻ. മനുഷ്യരുടെ സകല വിധാറുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ പിടിപ്പുള്ള മോറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും
നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ആ ലോകത്തിലും അഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും വെടിപ്പുള്ള ദഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവയെ അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വിശ്വാനിവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐകമത്യവും ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായി തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. ദലായേദൽ ഓലം ഒൽമിൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലം കൈകാലിന്റെ പൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാക. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ഈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്ന് പോലെ ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തന്റെ മസിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ.
ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ സുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങൾ എല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഹോശോ വബകുല സുബാൻ ലവൽ മിൻ. ഒളിവാം മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ഞാനെന്നുള്ള വാഗ്ദത്തം ജനതൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കുന്നേ വിഗ്രഹഭക്തി കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തേതാൻ മാംസം രക്തം മോതിരമായി ഇട്ടു തന്നാൽ വേരലിന്നെ മണവാളൻ തൻ സൂര്യനൊപ്പം. മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30 1 60 1 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീബാരാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സണ്ണിയച്ഛൻ, ആദരണീയരായ അച്ഛന്മാരെ, പ്രിയ ഗായക സംഘം, വിശ്വാസ സമൂഹം, സ്റ്റാർസ് ഓഫ് ദ ഡേ സോണു ആൻഡ് ഷീലു, ഈ വിശുദ്ധ വിവാഹ ബന്ധത്തിലേക്ക് ദൈവം തൻ്റെ വലിയ കൃപ നിങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ പോകുന്ന ഈ ധന്യ നിമിഷത്തിൽ പ്രിയപ്പെട്ട അച്ഛന്മാരോട് ചേർന്ന്
ഈ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപയാണ് നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ ഒരു അഡീഷണൽ ബ്ലെസ്സിങ് ആണ് നമ്മുടെ ജീവിത പങ്കാളി. ദൈവം തൻ്റെ പദ്ധതിയിൽ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ക്രമീകരിക്കുമ്പോൾ ഗോഡ് നെവർ മേക്സ് മിസ്റ്റേക്സ്. മനുഷ്യന് തെറ്റുപറ്റാം, എന്നാൽ ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാലും കൃപയാലും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനൊരുങ്ങുന്ന ഈ സമയത്ത് പ്രത്യേകമായി ദൈവവചനം വിശുദ്ധ വിവാഹത്തെക്കുറിച്ചും സഭ വിശുദ്ധ വിവാഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥനാക്രമത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നതും പാട്ടുകളിലൂടെ നിങ്ങൾ അറിയുന്നതും. പ്രത്യേകാൽ ഇന്ന് ഈ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുള്ളത് 32 വർഷങ്ങൾക്ക് മുൻപ് കോന്നിയുടെ പ്രദേശത്ത് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തോട്ടാലിലെ പാപ്പച്ചായൻ മുതുവേഴങ്കൽ ഇടവകയിലെ സജീവ അംഗമായിരുന്നു. ഇന്ന് അമ്മാമ്മയെ ചില വർഷങ്ങൾക്ക് ശേഷം കാണാനായിട്ട് സാധിച്ചു. പാപ്പച്ചായൻ്റെ മകൻ സണ്ണിയുടെ മകനാണ് സോണു. സോണുവും ഷീലുവും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും സഭാ പാരമ്പര്യങ്ങളിൽ നിന്നും ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ ഇപ്രകാരമുള്ള ധന്യമുഹൂർത്തത്തിൽ വിവാഹത്തെക്കുറിച്ച് ദൈവം വചനം സഭ നമ്മോട് എന്ത് പറയുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിപ്പാനൊരുങ്ങണം. വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്ക് സുറിയാനിയിൽ പറയുന്ന പേര് സുവോഗോ എന്ന നുകം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നുകത്തിൻ്റെ ഇരുവശങ്ങളിലും 2 കാളകൾ ഒരുമിച്ച് ചേർന്ന ആ നുകത്തെ മുന്നോട്ട് നയിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം തമ്പുരാൻ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന വലിയ ഒരു ശുശ്രൂഷയാണല്ലോ വിശുദ്ധ വിവാഹം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പീപ്പിൾ ഓർ 2 ഫാമിലീസ്, ബട്ട് ഇറ്റ് ഈസ് എ ഹോളി സാക്രമെൻറ്റ്. ഇതൊരു വിശുദ്ധ ഖുദാശയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുഖ്യ കാർമ്മികൻ ദൈവമാണ്. ദൈവം തമ്പുരാൻ കൂട്ടിച്ചേർക്കുന്ന വലിയ സവിശേഷമായ ഒരു ഖുദാശയാകുന്നല്ലോ ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് തെറ്റുപറ്റാത്തത് കൊണ്ട് ദൈവം നമുക്ക് ഏറ്റവും യോഗ്യമായതിനെ നമുക്ക് വേണ്ടി ഒരുക്കുന്നവനാണ്. ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങളുടെ പഠനത്തിലും വളർച്ചയിലും വിദ്യാഭ്യാസത്തിലും ജോലി കാര്യങ്ങളിലൊക്കെ ദൈവം തമ്പുരാൻ ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വിശ്വാസമുണ്ട്. എന്നതുപോലെ ഈ വിശുദ്ധ വിവാഹ ബന്ധത്തിലും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ കൂട്ടിച്ചേർക്കുന്നത് എന്ന് തിരിച്ചറിയുവാനും അതെപ്പോഴും അങ്ങനെ സൂക്ഷിപ്പാനും ഓർക്കുവാനും ഇടയാകണം. ABC ഓഫ് മാരേജ്. എ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം. അഗപ്പെ എന്നൊരു വാക്കാണ് ഗ്രീക്കിൽ വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നു. പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ, യാതൊരു യോഗ്യതയും നോക്കാതെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഫിലിപ്പിയ ലേഖനത്തിലൂടെ, എഫെസ്യ ലേഖനത്തിലൂടെ ഇപ്പോൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല. നമുക്ക് അയോഗ്യതയും കുറവുകളും ഉള്ളപ്പോൾ തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരസ്പരം ബന്ധിക്കപ്പെടുന്ന വലിയ ഒരു അനുഭവമാണ് കുടുംബജീവിതം. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന അഗപ്പേയിക് ലവ് ഇന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ വളരെ സന്തോഷകരമായ സാഹചര്യങ്ങളുണ്ടാകാം, ചിലപ്പോൾ പ്രയാസകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ അവിടെയൊക്കെ ദൈവ സ്നേഹത്തെ മറികടക്കാതെ ദൈവ സ്നേഹത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് നിലനിൽപ്പാനായിട്ടിടയാകണം. അതാണ് ജീവിതത്തിൻ്റെ സന്തോഷം. 2, യുവർ ലൈഫ് ഷുഡ് ബി ബൈബിൾ സെൻറ്റേഡ്. B ബൈബിൾ സെൻറ്റേഡ്, വചന കേന്ദ്രീകൃതമായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് സംസാരിച്ചിട്ട് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ ഇപ്രകാരം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ജീവിതത്തെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ടോ
നമ്മുടേതായ പ്രത്യേക അറേഞ്ച്മെൻ്റ് കൊണ്ടോ നമ്മുടേതായ പ്രത്യേക സംവിധാനങ്ങൾ കൊണ്ടോ പിടിച്ചു നിർത്താനായിട്ട് സാധ്യമല്ല. നമ്മുടെയൊക്കെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ യോഗ്യതകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ എല്ലാ അനുഭവങ്ങളിലും നമ്മെ അനുഗ്രഹകരമായി നിലനിർത്തുന്നത് യേശുക്രിസ്തു എന്ന ആ വലിയ പാറയിൽ, യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട ജീവിതം, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതം. അതിൻ്റെ വചനം ഓരോ ദിവസവും വായിക്കുന്നതിന് ഇന്ന് നിങ്ങൾക്ക് ഈ കൂദാശ മധ്യത്തിൽ ഈ ദൈവാലയം ഒരു ദൈവവചനം വേദപുസ്തകം നിങ്ങൾക്ക് തരും. അത് വലിയ അർത്ഥത്തോടെ പ്രാധാന്യത്തോടെ കാണുകയും അതെല്ലാ ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുള്ളത് വചനത്തിൽ നിന്ന് കേൾക്കുകയും പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് വചന കേന്ദ്രീകൃതമായൊരു ജീവൻ നയിപ്പാനിടയാകണം. 3C എന്ന് പറയുന്നത് ഒരു പരസ്പരമുള്ള കമ്മിറ്റ്മെൻറ്റ്. സന്തോഷത്തിലും സന്താപത്തിലും ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റോടൊപ്പം പരസ്പരമുള്ള കമ്മിറ്റ്മെൻറ്റിൽ ജീവിപ്പാനായിട്ടിടയാകണം. നമ്മളിന്ന് വായിക്കുന്ന പ്രാർത്ഥനകളിലൊക്കെ അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് എപ്പോഴും ജീവിപ്പാനായിട്ടിടയാകണം. അതുകൊണ്ട് നമ്മുടേതായ യാതൊരു കഴിവുകൊണ്ടുമല്ല ഇത് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് പരസ്പര പ്രതിബദ്ധതയോടുകൂടെ അനുഗ്രഹകരമായി ജീവിപ്പാൻ നിങ്ങൾക്കിടയാകുമ്പോൾ ജീവിതം ധന്യമാണ്, സന്തോഷമാണ്. കുടുംബജീവിതം നിങ്ങൾ നയിക്കുന്നത് കണ്ട് കൊതിച്ച് മറ്റുള്ള ആളുകൾ കുടുംബജീവിതത്തിനായിട്ട് ഒരുങ്ങണം. പല ആളുകളോടും പല ചെറുപ്പക്കാരോടും, ഞാൻ അമേരിക്കയുടെ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ബാങ്ക് ഓഫ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നയാളാണ്. 38 വയസ്സുണ്ട്. എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. കല്യാണം കഴിച്ചവരുടെ ജീവിതം കണ്ടാൽ കല്യാണം കഴിക്കാനായിട്ട് അച്ഛോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. യാതൊരു ദോഷവും ആ ദേശത്ത് ഇല്ലാതെ നിഷ്കളങ്കനായി ജീവിക്കുന്ന സഭയിലെ വളരെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അവനോട് നിർബന്ധിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ ഓരോ ദിവസത്തെയും കുടുംബജീവിതം കണ്ട് മറ്റുള്ള ആളുകൾ ഈ കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും അനുഗ്രഹമൊക്കെ അനുഭവിപ്പാൻ സാധിക്കുന്ന തരത്തിൽ ജീവിക്കാൻ നിങ്ങൾക്കിടയാകണം. അതിന് ദൈവം നിങ്ങൾക്കിടയാകട്ടെ. യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ, സഭയുടെ കൂദാശകളിൽ പ്രാർത്ഥനയോടെ വചനത്തോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടും ഇരുഭവനങ്ങളോടുമുള്ള ബന്ധത്തിൽ അനുഗ്രഹകരമായ ഒരു ജീവിതം നയിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിങ്ങൾക്കിടയാകട്ടെ. ഇവിടെ പങ്കെടുക്കുന്നതായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരവരുടെ കുടുംബജീവിതത്തെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുന്നതിന് ഉള്ള അവസരം കൂടെ ആകട്ടെ ഈ ശുശ്രൂഷ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അച്ഛന്മാരുടെയും ഈ വിശ്വാസ സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുല ശുബാൻ ലഉൽമേ. പൂർവികരായ നമ്മളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചതായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റൂഷ്മ വരയ്ക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി കുരിശ് വരച്ച് തലകൾ വണക്കി സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ദേവ കൃപ ചെയ്യണമേ നീ എന്ന് ഏറ്റുപാടുകയും ചെയ്യാം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാൻ കൃപയാൽ ഇവരെ വാഴ്ത്തട്ടെ. ദേവാ കൃപ ചെയ്യണമേ നീ. ആദാം ഹവ്വ എന്നവരെ
വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. മിസ്രനിൽ യോസേപ്പിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യൊന്നായി തീർന്നിരിക്കുന്ന നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ തവ രക്ഷയിൽ അവരേറ്റം മോദിക്കും. നന്മയിൽ അനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ മാന്യമമുടിതൻ ശിരസിൽ ചൂട്ടുന്നു ആരയ്ക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനസ്സലിവും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമില്ല ഇപ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാഖമാർ തൻ്റെ സിംഹാസനത്തിനു ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മളുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ആയത് ഇപ്പോഴും
എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചിളകുകയും ഔന്നനീയമായ തൻ്റെ കരുണയുടെയും അപരിമേയമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ കീഴിലും നിന്റെ ദയയുടെ ചെറിയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്താതെ ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഷത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കേണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നല്ലവനും മനുഷ്യനെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അറിയിക്കുന്നു. ഹോശോ വബ്കുലസ്ബാൻ ലോൽമിൻ. ജാതീൻ പുത്രേ നീ സുന്ദരി ബഹുസുന്ദരി സ്നേഹരാജം തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. തേൻകട്ടകൾ അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീ സാത്വസുമം സുന്ദരി സഭയെ നിന്റെ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജം തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പാർക്കുമോ. പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും സ്നേഹന്മാരുടെ സ്തുതി കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറമവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാവുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ യവനികനെയല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ അവൻ ഇപ്രകാരം പഠിപ്പിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദ്യ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തും എന്നുമുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും നിരപ്പും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കട്ടെ. ക്ലീലോപീതേതുമോറാൻ മെൻസ്മായൗസോയാഹ്നോഹേസ് ലഹസ്നോയോയേ ക്ലീലോ ദുഃഖോഹനോ സോയം ബെരീശേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരും ഇവർ മേലാവസിപ്പിച്ച ദമ്പതികളെയും ശിരസിൽ മുടിയേയും വാഴ്ത്തിയിടണമേ. ക്ലീലോപീതേതുമോറാൻ മെൻസ്മായൗസോയാഹ്നോഹേസ് ലഹസ്നോയോയേ ക്ലീലോ ദുഃഖോഹനോ സോയം ബെരീശേ.
കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിൻ്റെ സകല ശക്തിക്കും മേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. Mensmaya soya nohes le calzoyo eklilo de koheno soyem berisho നാദാകാരുണ്യതാ ദമ്പതികളെയും മുടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. രക്ഷകൻ നീ മുടിയേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനോ സ്തോത്രം പാടിയിടുവിൻ. Klilo bidech du moran Menschmaya soya nohes le calzoyo klilo de koheno soyem berisho. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി നീ കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മസിഹ സത്യത്തിന്റെ മണവാട്മ കൊണ്ട് നിങ്ങളുടെ മണവാട്മയെ മുദ്രയിടട്ടെ. മസിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ തൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസെഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവിഷത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വെക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. അപാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത് ഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ.
മിസ്രൈനിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ഹോശോ വബകുലസ്ബാൻ ലവൽമിൻ. ഏതൻ തോട്ടത്തിലുടയോരേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ, ഇളം കാറ്റത്തു കൊണ്ടുപോകാ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്തനേ എന്നെ വേളിക്കാൻ നീ നിശ്ചയിച്ച മണവാട്ടിയ ഞാൻ. വിശുദ്ധനാം സത്യമണവാളാ, കരുണ ചെയ്യെന്നിൽ ശരണം നീ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എന്നിൻ മണവറ ഉന്നതത്തിൽ നിന്നിൻ മകയായി വിളിച്ചെത്തിരി. കണ്ണന്മാരന്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെടുത്തു. തിരുസേവകൻ വേദിച്ചവരെ അടിമയിൽ നിന്നു സ്വതന്ത്രയായി. ദേവസുതനെ വലങ്കൈ നീട്ടി വാട്ടിടേണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേയും നീ. വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരാവനാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൻ ജീവിതകാലം വെളിവിൻ ലോകേ നീ. ഈ നിഞ്ജനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിടണമേ ഇഹ പരലോകം വാഴ്വാനിവരെ നീ. വാഴ്ത്തിടുക നിൻ അടിയാർ വായ്കളിൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാ. എൻ്റെ വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മളുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് ഇവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും സ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോന്റെ മുൻപാകെയും ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപിലല്ല അറിയുന്നവൻ്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവീൻ. ഇതാ, ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ.
നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശെമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും കൂടിയാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സോനു ആൻഡ് ഷീലു, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ഏറ്റവും ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കണം. ഈ ഇടവക നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ തിരുവചനമാണ്. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. കാരുണ്യവനായ ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാ സ്നേഹത്തിലും നിങ്ങൾ വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Take a leap into the other side. You don't see, run away. Let your heart beat in time into the rhythm that you desire. Walk away.
head still high and dreams inside and walk away. Run closer, don't let it go, let it go. Run closer, let it go, let it go. Steady slow from the tears that you don't show, run away. Footsteps leading forth into a place unseen before, walk away. Sar utha ke nazare mila ke chal pade. Say hey, love is in the air. Say love is in the സംഗതിയാക്കിയതിനായി സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഭാഗമാകുവാൻ എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അവരുടെ എല്ലാ നന്മകൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിപ്പാൻ തക്കവണ്ണം നീ സഹായിച്ചല്ലോ. അനുഗ്രഹമായി നടന്ന വിവാഹത്തിന് ശേഷം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വിരുന്നിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഈ വിരുന്നിൻ്റെ മേലും കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ. ഭക്ഷിപ്പാൻ ബലം പ്രാപിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിച്ചാണ്. ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ഞങ്ങൾ ഒരുക്കണമേ കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തെ ഓർക്കുവാൻ എല്ലായ്പ്പോഴും അനുഗ്രഹകരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവെ സന്തോഷവും ഐക്യമുള്ളൊരു കുടുംബജീവൻ നയിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭക്ഷണത്തെ അവിടുന്ന് വാഴ്ത്തണമേ, കൃപയിൽ നിറയ്ക്കണമേ. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain. It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves
love I know that gives me strength. Under the stars we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. All my thoughts are fading out, and the fantasy gets closer. Looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side. Faster than the speed of light, we fly away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, we call it supernatural and light up. The wind hits my red cape and my arms stretch to the west, passing by a shooting star down to the earth. We are heroes of our time, maybe of a different kind. No one can change our mind. We don't run away, away. From a constellation where I'm a superhero, like I'm in an animation. Life is full of color and beautiful people who make our world magical and light up. Beautiful people, they call it supernatural and light up. Let go, let go. I just wanna let go, let go, let go, let go. I just wanna let go. From a